ഇന്നൊരു റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്, ഒരു ചെറിയൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഖത്തറിലുള്ള ജൈവ കൃഷിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ടൈമാണ്. അത് നടത്തുന്നത് അടുക്കളത്തോട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അതിലെ കുറച്ച് മെമ്പേഴ്സ് ചേർന്ന് നടത്തുന്നതാണ്. എല്ലാ വർഷവും ഇത് നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷം ഞാനും കൂടെ ചേർന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 14 ഫുഡ് സ്റ്റാളും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റാൾ എൻ്റേതാണ്. അപ്പോൾ ഞാൻ കരുതി അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഫുഡിൻ്റെ ഒരു ചെറിയ ഭാഗം വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പീസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ആ ഫുഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് കൊല്ലം ഷാഫിയാണ്. അപ്പോൾ കൊല്ലം ഷാഫിനെ എല്ലാവർക്കും അറിയാം, നമ്മൾ സ്വന്തം നാട്ടുകാരാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ 3-4 ദിവസം മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിലെന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്നുമില്ല, ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്ലക്കാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സ്റ്റോളൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ സ്റ്റോളിന് നല്ലൊരു അട്രാക്ഷൻ കൊടുക്കും. പോരാതെ നമ്മളെ സ്റ്റോളിലേക്ക് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് പ്ലക്കാർഡ് നോക്കിയാൽ എന്തൊക്കെ ഐറ്റാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ സ്റ്റോളിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇപ്പോൾ ഒരു വൈകുന്നേര സമയമായി. ഞങ്ങൾ ലുലുവിൽ നടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ എത്താവുന്ന ദൂരേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ലുലു ഉള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സംഗീത എന്നാണ് പേര്. ഒരേ വില്ലയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് ചെയ്യാറ്. ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവളെ ഫോട്ടോ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ലുലുവിൻ്റെ എൻട്രൻസിലെത്തി. അന്ന് ഞങ്ങൾ പോയപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ലുലുവിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് മറന്നിട്ടായിരിക്കും അന്ന് പോവുക. അതുകൊണ്ട് പിന്നെ പിറ്റേന്നും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായിട്ടില്ല, പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഇവിടുന്ന് അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ബിരിയാണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ബിരിയാണീൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതൊന്നും വീഡിയോ എടുക്കാനോ ആ ഒരു സമയം പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് നല്ല കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കുഞ്ഞു പാത്രം എന്നുള്ള പേരുള്ള നല്ല റേറ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങാറേ ഇല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുള്ളൂ ഇതുവഴി. പിന്നെ ഞാൻ ഈ സ്റ്റോളിലേക്ക് ഒരു 4 ഉപ്പിലിട്ട ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ഇന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കുംബർ, മാംഗോ, പൈനാപ്പിൾ, ക്യാരറ്റ്, ഈ 4 ഐറ്റംസാണ് ഞാൻ ഉപ്പിലിട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇന്ന് മെയിനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ തന്നെ അതൊരു 3-4 ദിവസം മുമ്പ് ഇട്ട് വെക്കേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വെജിറ്റബിൾസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റിനും കുക്കുംബറിനൊന്നും അത്ര റേറ്റ് വന്നിട്ടില്ല. പക്ഷേ മാംഗോനും പൈനാപ്പിളിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു, എന്നാലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിലിട്ട ഐറ്റംസിനുള്ള ഏകദേശ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബില്ലാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പിന്നെയുള്ള വീഡിയോ ഒന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കയ്യിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അന്ന് രാത്രി തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ മാംഗോയും ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ട റെസിപ്പിയൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. പിന്നെ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് വെച്ച് കൊടുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടാവും നമുക്ക് കുപ്പിൻ്റെ പുറം ഭാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പിറ്റേ ദിവസം കോഴിയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോഴിയടൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ ഇതൊരു 4 ബോട്ടിലാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അന്ന് തന്നെ ആയിരുന്നു ബാക്കിയുള്ള പൈനാപ്പിളും അതുപോലെ തന്നെ കുക്കുംബറും ഉപ്പിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം മുമ്പെങ്കിലും ഉപ്പിലിട്ട് വെച്ചാൽ മതി, നന്നായിട്ട് തന്നെ ഉപ്പൊക്കെ പിടിച്ചോളൂ. ഇനിയാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം. എൻ്റെ ഈ സ്റ്റോളിൻ്റെ പേര് തന്നെ കോഴിക്കോടൻ ബീച്ച് ഹട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടാണ് ഈ ഐസ് വരച്ചത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1/3 ഭാഗം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അതുമല്ല ഒരുപാട് ലെങ്തായി പോകും വീഡിയോ, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. ഇനിയാണ് പ്രോഗ്രാമിൻ്റെ ദിവസം വരുന്നത്, അതായത് ഫ്രൈഡേ. അപ്പോൾ ഇനി അന്നത്തെ ദിവസത്തുള്ള വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. അന്ന് ഞാനൊരു 40 പേർക്കുള്ള ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റൂം ചെറിയൊരു റൂമാണ്. അപ്പോൾ ഇത്രയും അധികം ഫുഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചാർക്കോൾ കത്തിച്ച് വെക്കാറുണ്ട്. ഒരുവിധ സ്മെല്ലൊക്കെ ഇതിലൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് സംഗീത, അവളാണിത്. അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് സുഡാനി സ്കൂളിലെ ഒരു സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്, അതിൻ്റെ ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ 14 സ്റ്റോളുകാരും ഓരോരോ ഫ്ലെയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഞാനും ഉണ്ടാക്കി, കോഴിക്കോടൻ ബീച്ച് ഹട്ട്. പിന്നെ അവിടെ ഹാളിൽ ഇനോഗ്രേഷനൊക്കെ നടന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ചില ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൊയിലാണ്ടി കൊല്ലത്തുകാർ അവിടെ സ്റ്റാളൊക്കെ ഉണ്ട്. അവരുടെ ഞങ്ങളുടെ നാട്ടിൻ്റെ കൈപുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു മരുഭൂമിയിൽ നെൽകൃഷി വിളയിച്ചെടുക്കുക സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കി കൊണ്ടുവന്ന് അതുപോലെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോള്. പ്ലക്കാർഡെല്ലാം ഒട്ടിച്ച് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് സ്നാക്സും കൂടെ ഉണ്ട്. ഉന്നക്കായ, അതുപോലെ തന്നെ സമൂസ, ബ്രെഡ് പോക്കറ്റ്, ബീഫ്, പത്തിരി, അതുപോലെ തന്നെ ഒട്ടകം വരട്ടിയത്, കപ്പ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും കൊയിലാണ്ടിക്കാർ തന്നെയാണ്. ആ സ്കാർഫ് ഇട്ടിരിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരെ സ്റ്റോളാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കിയുള്ള സ്റ്റാളുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് വെജിറ്റബിൾസിൻ്റെ സ്റ്റോള്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സൊക്കെ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ആണിത്. അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് വാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നുമല്ല, അവർ ബാക്കിയുള്ളതൊക്കെ താഴത്തേക്ക് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതിന് മേലയിൽ തീരുന്നതിനനുസരിച്ചിട്ട് അവർ മേലയിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കി വരുന്ന സ്റ്റോളുകൾ. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പോലും ശരിക്കും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയി എന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓരോരുത്തരും ഒരു 5-8 ഐറ്റംസ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോളിട്ടിരുന്ന അധിക പേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്രയ്ക്കും ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ, ഒരുപാട് സാധനങ്ങളൊക്കെ അവർ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഇവിടുന്ന് മടങ്ങിപ്പോയത്. പിന്നെ ഇതിൽ ജെൻസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പാക്ക് ചെയ്യാതാണ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈവായിട്ടാണ് അവർ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പാക്കൊക്കെ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ. അപ്പോൾ ഞാൻ ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒത്തിരി കുറവുകൾ ഈ വീഡിയോയിൽ കാണാം.
അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം. ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇനി നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.